ശ്രീകൃഷ്ണ ജയന്തിക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാനും വേദും അമ്മയും ബേബിക്കുട്ടിയൊക്കെ കൂടിയിട്ട് ഇതാ പോകുന്നു. അമ്മ സെറ്റുമുണ്ടും പ്രിയമ്മയൊക്കെ സെറ്റുമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലതേച്ചി അവിടെ കളർ സാരി കെട്ടി നിൽക്കുന്നുണ്ട്, ഞാൻ ചുരിദാറായിരുന്നു. അപ്പോൾ പ്രിയമ്മ വീടൊക്കെ പൂട്ടുന്നുണ്ട്. അപ്പോൾ വേദു ഇങ്ങനെ പറയുന്നത് പോലെ പോലെയെന്ന്, അമ്മമ്മയും പ്രിയമ്മയും പോലെ പോലെയെന്നായിരുന്നു പറയുന്നത് കേട്ടോ. അപ്പോൾ വേദുട്ടനിതാ ബേബിയും കൂടിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ശ്രീകൃഷ്ണജയന്തിക്ക് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മേഴത്തൂരായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഘോഷയാത്ര അമ്പലത്തേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ സുഖമായി അമ്പലത്തിൽ പോയി തൊഴുതു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അത് കാരണം തൊഴാൻ പറ്റി. ഞങ്ങൾ ആ എത്തുന്ന ടൈം പറഞ്ഞ ഘോഷയാത്ര അവിടെ നിന്ന് അമ്പലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ വേദുവിന് ഇത് നല്ല രസമാണല്ലോ. ഞാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇവരേനെ ശ്രീകൃഷ്ണ വേഷം കെട്ടിക്കണം എന്ന്. പക്ഷെ അത് നടന്നിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ചെരിപ്പൂർ അമ്പലത്തേക്ക് പോകണം, ഘോഷയാത്ര അവിടെ നിന്നാണ് വരിക. അപ്പോൾ ഇവന് ഈ ഒറ്റയ്ക്ക് ഇതൊക്കെ നടക്കുക, അവനെടുത്ത് നടക്കുക എന്നൊക്കെ ഉള്ളത് പോസിബിൾ അല്ല. അടുത്ത കൊല്ലം പറ്റിച്ച യോഗ ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കുഞ്ഞികൃഷ്ണന്മാരും രാധകളും ഒക്കെ അങ്ങനെ വേഷം കെട്ടി കാണുന്നത്. അപ്പോൾ അത് അമ്പലത്തിൽ കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവൻ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഇവനും ബേബിയും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ കുട്ടിയുണ്ട്, അവളും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയണ തിരക്ക് വരുമ്പോഴേക്കും നമുക്ക് അവിടെ പോയി സീറ്റ് പിടിക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും പോയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, സ്റ്റേജിൽ അവിടുത്തെ സ്റ്റേജിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഘോഷയാത്ര നമ്മുടെ അമ്പലത്തേക്ക് കിടക്കുക എന്ന് വിചാരിക്കും നിങ്ങൾ. അല്ല, നേരെ പോവാൻ കേട്ടോ. കുറച്ച് നേരം അവർ ഘോഷയാത്ര അവിടെ ഒരു ചായപ്പിടി ഉണ്ട്, അതുവരെ പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നേരെ പോവുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഘോഷയാത്ര നേരെ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് നമ്മൾ ഇന്നലെ പോയില്ലേ, അതാ ചെണ്ടമേളവും അതുപോലെ തന്നെ ഫ്ലെക്സ് ഒക്കെ പിടിച്ചിട്ട് കുട്ടികളും കുട്ടികൃഷ്ണന്മാരും രാധമാരും ഒക്കെ പോകുന്ന കണ്ടോ വേദു. നമുക്ക് അടുത്തല്ല വേഷം കെട്ടണ്ടേ? നല്ല രസമാണ് കേട്ടോ. അത് ഓരോരോ കുട്ടികളും ഇതാ നടന്നു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, എന്നാൽ അധികം ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവരൊക്കെ ഉച്ച നേരത്ത് പോയതാ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ വേദു അമ്മയും അവരൊക്കെ അവിടെ സീറ്റ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം തിരക്ക് വന്നാലോ ചോദിച്ചു, പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ വേറൊരു കൃഷ്ണൻ അവിടെ എന്തൊക്കെയോ കാട്ടി നടക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെറുതെ ഫോട്ടോ എടുത്തു കേട്ടോ. ഇതായാലും മതി, ഇങ്ങനെ വേഷം കെട്ടിച്ചിട്ട് അമ്പലത്തേക്ക് കൊണ്ടുവന്നാലും മതിയായിരുന്നു ഘോഷയാത്രയിൽ പങ്കെടുക്കാതെ. കാരണം ഇവനൊന്നും ഇത് നിൽക്കില്ല, കരയും. അപ്പോൾ അടുത്ത പോലെ പറ്റിച്ചെങ്ങനെ കൊണ്ടുവരണം എന്നുണ്ട് എനിക്ക്, നോക്കട്ടെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഓട്ടോറിക്ഷയിൽ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടോ അങ്ങനെ എത്തി. ഘോഷയാത്ര നമ്മുടെ അമ്പലത്തിലേക്ക് എത്തുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ചെണ്ടമേളവും അതുപോലെ തന്നെ ഓരോ കുട്ടിക്കുരുന്നുകൾ വരുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ ഇത് നല്ല രസമല്ലേ, കൃഷ്ണന്മാരും രാധകളും ശ്രീകൃഷ്ണജയന്തിയാണേ. അപ്പോൾ വേദുവിനെ നല്ല ഇഷ്ടമായി കേട്ടോ അതൊക്കെ കാണാൻ. വേദു ഇതിലില്ല, അതാ കണ്ട കൃഷ്ണന്മാരും രാധമാരും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. ചില കൃഷ്ണന്മാരൊക്കെ അത് തോളിൽ കിടന്ന് ഉറങ്ങി, ക്ഷീണം കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വേദൊന്നും ഇല്ല അതിൽ കേട്ടോ. അപ്പോൾ അതായത് ഇവരിങ്ങനെ പിന്നെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചിട്ട് വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങള് എൻ്റെ വേദുണ്ട്, വേദു ബാക്കിലുണ്ട്. ഇപ്പം എന്താ കണ്ടോ ആൾക്കാരൊക്കെ ഘോഷയാത്രയിൽ വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കുറേ തിരക്ക് പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഉറിയടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണന്മാരും രാധമാരും ഒക്കെ അവിടെ അണി നിരന്നിരുന്നു. കാരണം അവരെപ്പോൾ പോയതാണെന്ന് അറിയോ, ഉച്ച നേരത്തൊക്കെ പോയതാണ് ഘോഷയാത്ര. അപ്പോൾ അത്രയും ക്ഷീണിച്ചിട്ടായിരിക്കും അവരുണ്ടാവുക. വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാൻ ദാഹിച്ചിട്ടൊക്കെ അതൊക്കെ അവിടെ ഉള്ളവർ സംഘാടകർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ അവര് കൃഷ്ണന്മാര് രാധമാരൊക്കെ അവിടെ ഇരുത്തി വെള്ളം കൊടുത്തു. ആദ്യം സർബത്തായിരുന്നു കേട്ടോ, ഞങ്ങൾക്കൊക്കെ കിട്ടിയതാ ഈ പ്രസാദമൊക്കെ കിട്ടിയില്ലേ വേദുവോ. അതിൽ ലഡ്ഡുക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവില് മലരൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എനിക്ക് കിട്ടി, വേദുവിനെ കിട്ടി, അമ്മമ്മയ്ക്ക് കിട്ടി, ബേബിക്ക് കിട്ടി, എല്ലാവർക്കും ഓരോ പൊതി കിട്ടി കേട്ടോ. അതൊക്കെ വേദു സന്തോഷം കൊണ്ട് പുളകിതനാകുന്നതാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പം ഞാൻ പറയുമായിരുന്നു ബാക്കിലൊരു അമ്മമ്മയ്ക്ക് കിട്ടിയില്ല എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ യൂട്യൂബിൽ പെടുത്തിക്കോളൂ, എനിക്കിഷ്ടമാണ് പറയുമായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണത്. അപ്പോൾ അപായമായിട്ടില്ല. അപ്പോൾ ഇവരേനൊക്കെ ഞാൻ പറയുന്നു യൂട്യൂബിൽ നിങ്ങളെ കാണുമെന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരേനൊക്കെ എടുത്തു. അത് കഴിഞ്ഞത് ആ വെള്ളം ഞങ്ങൾക്ക് കൊണ്ടുതന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അടിയായി കഴിഞ്ഞ് കിട്ടാതെ ലാസ്റ്റ് കഴിയാറായപ്പോഴാണ് ഞങ്ങൾക്ക് എത്തിയത്. എനിക്ക് കിട്ടി, വേദനും കിട്ടി, ബേബിക്ക് കിട്ടി, അമ്മയ്ക്ക് കിട്ടിയിട്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും കിട്ടി കേട്ടോ. സർബത്തായിരുന്നേ. പിന്നെ രാധന്മാരും കൃഷ്ണന്മാരും ഡാൻസ് ആണ് കേട്ടോ. അവർ പഠിച്ചിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്, ജസ്റ്റ് പാട്ട് വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇടുക അത്ര മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. കാരണം അവർ പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് ഇങ്ങനെ പാട്ട് വെക്കുമ്പോൾ അവർ കളിക്കുക, അത് രസമാണല്ലോ. ഭയമായിട്ടില്ല കേട്ടോ വേദു. ഇവനെപ്പോഴും
വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബായ് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അതാ അപ്പോൾ രാധമാരും കൃഷ്ണന്മാരും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ പാട്ട് ആഡ് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലോ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാട്ട് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ പാട്ടുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അവരിങ്ങനെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ എല്ലാവരും കളിക്കുന്നുണ്ട്. കുറേ വലിയ രാധന്മാരുണ്ട്, ചെറിയ രാധന്മാരുണ്ട്. ചില കൃഷ്ണന്മാർ ഇതിലൊന്നും ഉൾപ്പെടാതെ മാറി നിൽക്കുന്നുണ്ട്. പിണങ്ങി നിൽക്കുകയാണോ ചോദിച്ചാൽ അറിയില്ല. അവരവിടെ 3 പേര് മാറി നിൽക്കുന്നുണ്ട്. ചില കൃഷ്ണന്മാർ അവിടെ എവിടേക്കോ പോയി നിൽക്കുന്നുണ്ട്. കുറച്ച് രാധന്മാർ മാത്രം അവിടെ സ്റ്റെപ്പ് ഇടുന്നുണ്ട് കേട്ടോ. കൃഷ്ണന്മാരൊക്കെ പിണങ്ങി നിൽക്കുക തോന്നുന്നുണ്ട്. രാധന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. 2 കൃഷ്ണന്മാരുണ്ട് ഇവിടെ, അവർ കളിക്കുന്നുണ്ട്. അല്ലേ വേദു? ചേച്ചിമാർ കളിക്കുന്നുണ്ടോ? കണ്ടില്ലേ? പിന്നെ ഇപ്പം എന്താ കാണുക? അപ്പോൾ സാമി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അവൻ ഈ ഉറിയടി എപ്പോഴാന്നുള്ളതാണ് കണ്ടിട്ട് ഈ നോക്കി നിൽക്കുന്നത് കണ്ടോ. അവൻ മേലേക്ക് നോക്കിയിരിക്കായിരുന്നു ഉറിയടി എപ്പോഴാന്ന്. അപ്പം ഇവരുടെ ഡാൻസ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞു കേട്ടോ. അതാ ഉറിയടി മത്സരം നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഗൈസ്. കുട്ടികൾ എങ്ങനെ നോക്കിയിട്ടും അത് പൊട്ടിടില്ല. കാരണം അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ മിഠായി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ അടിച്ചടിച്ച് ഒരു ട്രിപ്പ് അടിച്ചു ആരും. ഞാൻ വിചാരിച്ചു ബാക്കി ആർക്കെങ്കിലുമൊക്കെ അവസരം കൊടുക്കുമെന്ന്. പക്ഷേ ആ വേഷം കെട്ടിയ കുട്ടികൾക്ക് മാത്രമേ അവസരം കൊടുത്തുള്ളൂ കേട്ടോ. വേറെ ഏതൊരു കുട്ടി കൂടി അടിച്ചുകൊണ്ട്. അപ്പോൾ അവസാനം ഏതൊക്കെ കുട്ടികൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പകുതി, പക്ഷെ ഫുള്ള് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഏതൊരു കുട്ടി അടിച്ചപ്പോൾ അത് ഫുള്ള് പൊട്ടി കേട്ടോ. പിന്നെ അതങ്ങോട്ട് പറക്കാനുള്ള തിരക്കായിരുന്നേ. ആദ്യം അവർ ഓരോരുത്തർ അടിക്കുന്ന രംഗമാണ് കാണുന്നത്. കുട്ടികൾ അടിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ചെറിയ ചെറിയ കൃഷ്ണന്മാർക്കൊന്നും എത്തണില്ല, നീളല്ലല്ലോ. ചെറുതാണേ. ഈ കുട്ടി അടിക്കുമ്പോഴോ ഏതോ കുട്ടി അടിക്കുമ്പോൾ ജസ്റ്റൊക്കെ പൊട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ടച്ചൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അവർക്ക് അങ്ങനെ ആഞ്ഞടിക്കാൻ പറ്റില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ആരും അടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേൽ വന്നപ്പോഴാണ് ഈ കുട്ടിയാണ് അടിച്ചു പൊട്ടിച്ചത് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പിൽ. ആദ്യത്തെ ട്രിപ്പിലൊന്നും കുട്ടികൾക്ക് അടിക്കാൻ കിട്ടിയില്ല, ജസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പൊട്ടൽ ആരോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ആ കുട്ടിക്ക് സുഖമായി വന്നപ്പോൾ അടിച്ചപ്പോൾ വീണ്ടും പൊട്ടിയിട്ടോ. അതാണ് കൃഷ്ണന്മാരുടെ ഉറിയടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളിങ്ങനെ അടിച്ചടിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ കുറച്ച് സീനുകൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ആദ്യത്തെ ട്രിപ്പ് കൃഷ്ണന്മാർക്കൊന്നും അടിച്ചിട്ടും അവർക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പം ഭാരവാഹികൾ പറഞ്ഞു അടിച്ച കുട്ടികൾ തന്നെ വീണ്ടും അടിച്ചോട്ടേ പറഞ്ഞു കേട്ടോ. അപ്പം ഈ കുട്ടി അടിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതായിട്ടായിരുന്നേ. ഈ രണ്ടാമത്തെ ട്രിപ്പിലാണ് കുട്ടികൾക്ക് അടിച്ചിട്ട് അത് പൊട്ടിക്കാൻ പറ്റിയത്. അതാണ് ഇപ്പം നിങ്ങൾ ഇനിയിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചിട്ട് പൊട്ടിച്ചപ്പോൾ മിഠായി ആണ് ഉണ്ടായിരുന്നത്. അതങ്ങോട്ട് വീടപ്പോൾ ഞാൻ ബേബിയോട് പോയി പറക്ക് ബേബിയെ, പോയി പറക്ക് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടോ ബേബീനെ. കാരണം അവൾക്കിങ്ങനെ നോക്കിക്കുക. അവളോട് വിചാരം അവൾക്ക് പറക്കാൻ പാടുമോ, അത് കളിച്ച കുട്ടികൾക്ക് മാത്രമേ പറക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് തോന്നുന്നുണ്ട് കേട്ടോ അവൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നു ബേബിയെ അത് പോയി പറക്ക് പറഞ്ഞിട്ട് അവൾ കുറേ മിഠായി പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ നിങ്ങൾ ഇതിലിപ്പോൾ കാണാൻ പറ്റേ. നിങ്ങളുടെ അവിടെയൊക്കെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയൂ കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്താ. ഇതിലാണ് പൊട്ടുന്നത് കേട്ടോ. ഉറി പൊട്ടും. ആദ്യത്തെ അടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടിയിൽ അങ്ങോട്ട് പൊട്ടി മിഠായിയൊക്കെ അങ്ങോട്ട് വീണ്. ഞാൻ ബേബിയോട് വേഗം പോയി പറക്ക് ബേബി പറഞ്ഞപ്പോൾ ബേബി പറക്കുന്നത് രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറേ കുട്ടികളെല്ലാവരും കൂടി പറക്കുന്നുണ്ട്. അടിച്ച കുട്ടി അവസാനം പറക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അവസാനം കുറേ മിഠായി കൊണ്ടുതന്നു അവൾ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ മത്സരമൊക്കെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല, ലഘുഭക്ഷണം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. ഉപ്പുമാവും ചുക്ക് കാപ്പിയും. പക്ഷെ ഭയങ്കര തിരക്കായ കാരണം ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല, പിന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ. അപ്പോൾ ബൈ.